വിവോയുടെ X60 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ X60 സീരീസിൽ വരുന്ന ഫോണാണ് വിവോ X60 Pro. ഈ സീരീസിൽ വരുന്ന വിവോ X60 അതുപോലെ വിവോ X60 Pro Plus എന്നീ ഫോണുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X60 Pro എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ X60 Proയിൽ 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ amoled ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 92.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. വിവോ X60 Pro Plus എന്ന ഫോണിൽ ഇതുപോലുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് വിവോ X60 Pro എന്ന ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 177 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണിത്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.59 mm ആണ്. അപ്പോൾ അത്യാവശ്യം തിക്നെസ്സും കുറഞ്ഞൊരു ഫോണാണിത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ AG ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡ് നൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഷിമർ ബ്ലൂവും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. ഇപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാലും സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറിലും അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രോസസ്സറിൽ Adreno 650 എന്ന GPU ആണ് വരുന്നത്. ഈ ഒരു പ്രോസസ്സറിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 12 GB RAM ആണ് വരുന്നത്. 256 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നില്ല. Android 11 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 MP f1.48 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. വിവോ X60 എന്ന ഫോണിലും 48 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. വിവോ X60യുടെ മെയിൻ ക്യാമറ സെൻസറിൻ്റെ അപ്പേഴ്ച്ചർ വരുന്നത് f1.79 ആണ്. എന്നാൽ വിവോ X60 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള f1.48 കൊടുത്തിട്ടുണ്ട്. പിന്നെ വിവോ X60 Proയിൽ 13 MP f2.2 അപ്പേഴ്ച്ചറിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. മൂന്നാമത് 13 MP f2.46 അപ്പേഴ്ച്ചറിൽ വരുന്ന പോർട്രേറ്റ് ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വിവോ X60 എന്ന ഫോണിലേതുപോലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വിവോ X60 Proയിലും വരുന്നത്. എന്നാലും ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വിവോ സൂയിസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ കുറേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂയിസ് ബയോട്ടാർ പോർട്രേറ്റ് എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ലോ ലൈറ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട് എക്സ്ട്രീം നൈറ്റ് വിഷൻ 2.0 അതുപോലെ HDR സൂപ്പർ നൈറ്റ് പോർട്രേറ്റ് ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിംബൽ സ്റ്റെബിലൈസേഷൻ 2.0 അതുപോലെ VIS 5 ആക്സിസ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ പിക്സൽ ഷിഫ്റ്റ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 MP f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 49,990 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വിവോ X60 എന്ന ഫോണിലേതുപോലുള്ള സ്പെസിഫിക്കേഷൻ തന്നെയാണ് വിവോ X60 Pro എന്ന ഫോണിലും വരുന്നത്. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ 2 ഫോണുകൾ തമ്മിലുള്ള വിലയുടെ വ്യത്യാസം വരുന്നത് ഏകദേശം 12,000 രൂപയാണ്. പിന്നെ 12 GB RAM വെർഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 8,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേക്ക് നമ്മൾ ഇത്രയും എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.